ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ദീപാവലി വിശേഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. എന്ത് റെസിപ്പിയാണെന്നല്ലേ? നല്ല അടിപൊളി ജിലേബിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ തവണ ദീപാവലിക്ക് നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കേണ്ട ജിലേബി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ക്രിസ്പി ജ്യൂസി ജിലേബി കണ്ടിട്ട് വരാം. ജിലേബി ഡിപ്പ് ചെയ്ത് വെക്കാനുള്ള പഞ്ചസാര പാനി ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു 3 ഗ്ലാസ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അലിയിച്ച് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഒരു നൂൽ പരുവാവണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിലേബിക്ക് നല്ലൊരു പ്രത്യേക ഫ്ലേവറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജിലേബിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ രാത്രി മുഴുവൻ സോക്ക് ചെയ്ത് വെച്ചതാണ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് രാത്രി മുഴുവൻ വെക്കണമെന്നില്ല, ഒരു 2-3 മണിക്കൂർ വെച്ചാലും മതിയാവും. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം അധികം ചേർക്കാൻ പാടില്ല. ഞാനൊരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക്. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം നമ്മുടെ മാവ് കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവ് കണ്ടോ, കുറച്ച് കട്ടിയിൽ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അരിപ്പൊടി യൂസ് ചെയ്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം. കളറ് ഓറഞ്ച് റെഡ് കളറാണ് യൂസ് ചെയ്യേണ്ടത് ജിലേബിയുടെ കളറ് കിട്ടാനായിട്ട്. എന്നിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം നമുക്ക്. ഈ മാവിനി ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്കോ നിറച്ചു കൊടുക്കാം. എന്നിട്ട് അടിവശം ഒന്ന് പയ്യെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഷേപ്പിൽ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. ഇനി ജിലേബി വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ മാവ് ഇങ്ങനെ പിഴിഞ്ഞ് ഷേപ്പിലേക്കാക്കി നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരണ വിധത്തിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളിൽ വേവാത്ത പോലെ ഉണ്ടാവും, നല്ലോണം പുറം മുരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഈ ജിലേബികൾ എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അത് 2 മിനിറ്റ് ഇതുപോലെ നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും മറിച്ചിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കണ രീതിയിലോ നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കണം. 2 മിനിറ്റോളം അങ്ങനെ ചെയ്യണം. പിന്നെ കളറ് പഞ്ചസാര പാനിയിൽ നമ്മൾ ജിലേബിക്ക് എന്ത് കളറാണോ യൂസ് ചെയ്തത് അതേ കളർ തന്നെ പാനിയിലേക്കും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം കുറച്ചും കൂടി നല്ല കളറ് നമ്മുടെ ജിലേബിക്ക് ഉണ്ടാവും. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ജിലേബി പാനിയിലേക്ക് ഇടുന്ന സമയത്ത് പാനി വല്ലാണ്ട് ആറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പയ്യെ ഒന്ന് ചൂടാക്കി വെക്കണം. എന്നാലേ ജിലേബിയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പാനി പിടിക്കുള്ളൂ. അപ്പോൾ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ജിലേബിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ജിലേബി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.